ഗായ്സ്, വെൽക്കം ടു ശ്രീമാത്സ്. നമുക്കിന്ന് ഈ വിവിധ തരത്തിലുള്ള മത്സര പരീക്ഷകൾക്ക് കോമ്പറ്റേറ്റീവ് PSC, വേറെ അതിൻ്റെ LGS, LDC അങ്ങനെ ഉള്ള ഇതിന് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് ട്രിക്കുകൾ മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ മൊത്തം ചെയ്ത് നോക്കാനൊന്നും പോകണ്ട. നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ മതി. ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വിഷമം വിചാരിക്കേണ്ട. നല്ല നല്ല വൃത്തിക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കുറച്ചൊരു ശ്രദ്ധ വെച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടെല്ലാം എഴുതാൻ പറ്റും. ഈ കണക്കെന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ മതി. ഒരു അല്പം ശ്രദ്ധ വെച്ചാൽ മതി. വളരെ സിമ്പിളാണ്. നോക്കാലോ. ഇനി ഇപ്പോൾ നമ്മൾ എക്സ് എന്ന് ചിലതിന് വില കൊടുക്കും, അറിഞ്ഞുകൂടാത്തതിന് എക്സ് എന്ന് കൊടുക്കും, ചിലതിന് വൈ എന്ന് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ടേംസ് നമ്മൾ കൂട്ടുമ്പോൾ റൂട്ട് എക്സ്, റൂട്ട് 2 അങ്ങനെയൊക്കെയുള്ളത് കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ളത് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എക്സ്, വേരിയബിൾ എക്സ് തന്നെ എടുക്കുക. എക്സ് പ്ലസ് 2x പ്ലസ് 5x. എങ്ങനെയാണ് നമ്മളിത് ആഡ് ചെയ്യുക? എങ്ങനെയാണ് ഇത് കൂട്ടുക? എക്സ് എന്ന് പറഞ്ഞാൽ ഒരെക്സ്, 2x, 5x. ഇതിൻ്റെ സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 1, 2, 3, 5, 8x. അത്രയാണ് അതിൻ്റെ ആൻസർ. അത് ഒരേ തരത്തിലുള്ള വേരിയബിൾസ് ആണെങ്കിൽ മാത്രമേ, എല്ലാ എക്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വേറെ എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 3 times എ. എത്ര തവണയാണ് എ കൂട്ടിയത്? 3 തവണ, അതായത് 3a. അതിൻ്റെ ആൻസർ 3a. ഇനി നമുക്ക് അതുപോലെ സിമിലർ ആയിട്ടുള്ള, ഇതുപോലെ സിമ്പിളായിട്ടുള്ള നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. (2x + y + 5x - y). ഇതെങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക? ഈ ഒരേപോലെയുള്ള ലൈക്ക് ടേംസ്, ഒരേപോലെയുള്ള പദങ്ങൾ അടുപ്പിച്ചെഴുതുക. അതായത് ഏതൊക്കെ ബ്രാക്കറ്റ് മാറ്റാം നമുക്ക്? 2x + y + 5x - y. അപ്പോൾ ഒരേപോലെയുള്ള ടേം ഇവിടെ 2x ഉം 5x. അത് അടുപ്പിച്ചടുപ്പിച്ച് അത് മനസ്സിൽ കണക്ക് കൂട്ടിയാലും മതി. 2x ഉം 5x കൂടെ കൂട്ടുമ്പോൾ എത്രയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. 7x, 2, 5, 7. ഇനി ഒരു പോസിറ്റീവ് 1y-യും ഈ y-യും -y-യും കൂടെ അങ്ങ് ക്യാൻസൽ ആകും. ഇതിൻ്റെ ഉത്തരം 7x. ഇത് വേറെ സിമ്പിളാണ്. നമ്മൾ കുറച്ചൊരു ശ്രദ്ധ വെച്ചാൽ മതി, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്പീഡിൽ ചെയ്യാൻ പറ്റും. (√x + (3√x). ഇതെങ്ങനെയാണെന്ന് കൂട്ടുക? (√x, 3√x). ഇവിടെ ഒരു (√x), ഒന്നും ഇല്ലെങ്കിൽ ഒന്നാണ്. ഒരു (√x). 1, 1, 2, 3, 5. അതായത് 5 (√x). ഇത് മൊത്തം ആ നമ്പേഴ്സ് അങ്ങ് ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ കിടക്കുന്ന ടേംസ് ലൈക്ക് ടേംസ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇവിടെ (√x) ആണ്, ഇവിടെ (√x) ആണ്, ഇവിടെ (√x) ആണ്. വേറൊന്ന് അതുപോലെ സംഖ്യയാണേ ഉള്ളൂ. ഈ വേരിയബിൾ അല്ല, സംഖ്യയാണ്. അതിന് ടേംസ് നോക്കണം. 2√2 + 3√2 എന്ന് പറഞ്ഞാൽ ഇവിടെ √2 ആണ്. 2√2-ഉം 3√2-ഉം കൂടെ കൂട്ടിയാൽ 5√2 കിട്ടും. ഇത് രണ്ടും ടേംസ് ഒരേപോലെ ആയിരിക്കണം, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റൂ. 5√3 + 2√3 - 4√3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 5, 5, 2, 7, 7 4 പോകെ 3√3 എന്ന് വരും. സാധാരണ കാൽക്കുലേഷൻ തന്നെ എഴുതാം. ഇവിടെ എല്ലായിടും √3 തന്നെ ആയിരിക്കണം, എന്നാലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കുറേ ഉദാഹരണങ്ങൾ ചെയ്യാമല്ലോ, അപ്പോൾ അതങ്ങ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിൽ ഫീഡ് ചെയ്യും. നോക്കാം. ഒന്നും കൂടെ പറയുന്നു. y + 2y + 3y - 4y. ഇങ്ങനെ എന്ത് ചെയ്യും? ഇവിടെ 1, വെറും y ആണെങ്കിൽ 1, 1, 2, 3, 3, 3, 6, 6, 4 പോകെ 2, 2y. ഇത്രയാണ്. ഇനി 2x + 4x + 3x.
ഇതെല്ലാം ലൈക്ക് ടേംസ് ആണല്ലോ, ഒരേ തരത്തിലുള്ള ടേമുകളല്ല. ഇത് വെറുതെ നമ്മളങ്ങ് കൂട്ടി എഴുതിയാൽ മതി, സംഖ്യകളെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 2 4 6, 6 3 9, 9x. ഇനി വേറെണ്ണം. (2a minus b plus a plus 3b minus 4b). ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഈ ലൈക്ക് ടേംസ്, അതായത് ഒരേ തരത്തിലുള്ള ടേംസ് നമ്മൾ ഒന്ന് ചെയ്യും. 2aയും പ്ലസ് എ എന്ന് പറഞ്ഞാൽ പ്ലസ് 1a, അതായത് 2 1 3, 3a. ഇത് രണ്ടും കൂടെ ഒന്നിച്ചെടുക്കും. 3a, 2aയും 1aയും കൂടെ കൂട്ടിയാൽ സാധാരണ അഡീഷൻ 3a. 2 1 3, ഇവിടെ 2aയും 1aയും കൂടെ കൂട്ടിയാൽ 3a, 2aയും 4aയും കൂടെ കൂട്ടിയാൽ 6a, 3aയും 5aയും കൂടെ കൂട്ടിയാൽ 8a. ഒരേ ടേംസ് ആകണമെന്നുള്ളതേ ഉള്ളൂ. നമുക്കത് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ലൈക്ക് ടേംസ് നോക്കാം. ഇവിടെ എന്തൊക്കെയായിരുന്നു? ഒരു മൈനസ് ബി എന്ന് പറയുമ്പോൾ -1 പ്ലസ് 3b, 3 -4. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഈ -1 -4 എന്ന് പറഞ്ഞാൽ -5 ആണ്. രണ്ടും കൂടെ കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. പിന്നെ അതായത് -5 ഉണ്ട്, ഒരു +3 ഉണ്ട്. അങ്ങനെ -5 + 3 കാൽക്കുലേറ്റ് ചെയ്യാൻ വന്നാലും വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. അതായത് 5ൽ നിന്ന് 3 പോകെ 2, 5ൽ നിന്ന് 3 പോകെ 2, വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ്, അതായത് -2b. ഇതാണ് ഉത്തരം. ഇനി അതുപോലുള്ള കുറേ പ്രോബ്ലംസ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഈ കണക്കിനോടുള്ള പേടി, ഇങ്ങനെ വേരിയബിൾസ് വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ആ പേടി മാറിയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. നോക്കാലോ. (4x + 2x - x), അതായത് 4 + 2 - 1. 4 2 ഇത് ഒരേ ടേമുകളാണ്, ഒരേ പദങ്ങളാണ്. എക്സ് എന്ന പദങ്ങൾ ലൈക്ക് ടേംസ് എന്ന് പറയും, ഒരേപോലുള്ള പദങ്ങൾ. 4x 2x 1x. 1xനെ ഒന്നൊന്നും ഇടത്തില്ല സാധാരണ, -x, അതായത് -1x ആണെന്ന് നമ്മൾ അന്നേരം മനസ്സിൽ കാണണം. 4ഉം 2ഉം 6, 6ൽ നിന്ന് 1 പോകെ 5x. ഇതിൻ്റെ ഉത്തരം എന്താണ്? 5x. വേറെ എണ്ണം. a + 5 ടൈംസ് എക്സെട്ര 5 ടൈംസ് a എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാനില്ല, 5a. അപ്പോൾ y + y + y, 3 തവണ y 3 ടൈംസ് y, അത് 3y, 3y. അപ്പോൾ ഈ ഒരേപോലുള്ള പദങ്ങൾ ഒന്നിച്ചെഴുതുക, എന്നിട്ട് അത് സിംപ്ലിഫൈ ചെയ്യുക. എളുപ്പമാണ്. 3a - 2a എന്ന് പറഞ്ഞാൽ 1a, അതായത് a. 1a എന്ന് എഴുതൂല, a. 3ൽ നിന്ന് 2 കുറച്ചിട്ട് 1a, അതായത് a. അതുപോലെ തന്നെയാണ് a², b² അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്. അതുപോലുള്ള 2-3 എണ്ണം നോക്കാം നമുക്ക്. 5a² + 2a² - a². ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് ഒരേപോലുള്ള പദമായതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് 5ഉം 2ഉം 7, 7ൽ നിന്ന് 1 പോകെ 6a² എന്ന് വരും. ഇതെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുക? 6a². ഇനി x² + 3x² - 2y² - 3x². അതെങ്ങനെ ചെയ്യുക? ഇങ്ങനെ വന്നാൽ ഒരേപോലുള്ള പദവും നേരെ ഓപ്പോസിറ്റ് ചിഹ്നവും വന്നു കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് x² - 2y² എന്ന് നമ്മുടെ ഉത്തരം വരും. കുറച്ചൊന്ന് ശ്രദ്ധ വെച്ചാൽ മതി. നമ്മൾ ശ്രദ്ധിച്ച് കണക്കുകൾ ചെയ്യുക, സ്പീഡിൽ ചെയ്യുക. നമുക്ക് പരീക്ഷാ ഹാളിൽ ഇത് ഗുണിച്ചെഴുതാനോ ഹരിച്ചെഴുതാനോ ഒക്കെ ലെങ്തി ആയിട്ട് ചെയ്യാൻ സമയം കാണത്തില്ല. ഇങ്ങനെയുള്ള
ട്രിക്കുകളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ഇനി നോക്കാമല്ലോ. വേറെ റൂട്ടിൻ്റെ 1-2 കണക്കുകൾ നോക്കാം. റൂട്ട് 80 മൈനസ് റൂട്ട് 45. ഇതിങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്നുള്ള നമ്മൾ ഓപ്ഷൻ നമ്മുടെ മനസ്സിൽ കാണണം. ഏതൊക്കെയാണ് ഓപ്ഷനെയാണ് ആദ്യം നമ്മുടെ മനസ്സിൽ കാണേണ്ടത്. ഓപ്ഷൻ ABCD 3-4 കാണും. നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം സ്പീഡിൽ. = ഈ 80 പകരം 16 × 5 മൈനസ് ഇവിടെ അതുപോലെ 5ൻ്റെ ഗുണിതമായിട്ട് എഴുതണം. 9 × 5 സമം. ഇനി റൂട്ട് ഓഫ് AB എന്ന് പറഞ്ഞാൽ റൂട്ട് A × റൂട്ട് B ആണ്. റൂട്ട് ഓഫ് AB എന്ന് പറഞ്ഞാൽ റൂട്ട് A × റൂട്ട് B ആണ്. റൂട്ട് ഓഫ് XY എന്ന് പറഞ്ഞാൽ റൂട്ട് X × റൂട്ട് Y ആണ്. റൂട്ട് ഓഫ് PQ അങ്ങനെ ഏതെടുത്താലും റൂട്ട് ഓഫ് PQ എന്ന് പറഞ്ഞാൽ റൂട്ട് P × റൂട്ട് Q ആണ്. റൂട്ട് ഓഫ് 2 × 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 2 × റൂട്ട് 3 അങ്ങനെ എഴുതാം നമുക്ക്. അതാണ് നിയമം. ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ, പൊതുവേ പറഞ്ഞാൽ ആ നിയമം റൂട്ട് ഓഫ് AB എന്ന് പറഞ്ഞാൽ റൂട്ട് A × റൂട്ട് B. അതുപോലെ തന്നെ റൂട്ട് ഓഫ് A/B എന്ന് പറഞ്ഞാലും റൂട്ട് ഓഫ് A/റൂട്ട് ഓഫ് B അങ്ങനെ എഴുതാം. ഇവിടെ നമുക്ക് റൂട്ട് AB മോഡലിലാണ് ചോദ്യം. അപ്പം അത് പറയുന്നത് എങ്ങനെ എഴുതാമെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു കൊണ്ടുവരുന്നതാണ്. അതായത് റൂട്ട് 16 × റൂട്ട് 5 നമുക്ക് അറിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി. റൂട്ട് 9 × റൂട്ട് 5 ഇത്രയും എഴുതണ്ട, എഴുതാതെ തന്നെ നമുക്ക് ആ കണക്ക് ചെയ്യാൻ പറ്റും. അതായത് 16ൻ്റെ റൂട്ട് എത്രയാണെന്ന് നമുക്കറിയാം, 4. അതിന് വെളിയിലെടുത്താൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 16 4ആണെന്നറിയാം. ഇപ്പോൾ റൂട്ട് A × റൂട്ട് B ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ കാണണം റൂട്ട് 16 × റൂട്ട് 5 ആണ്. റൂട്ട് 16 എത്ര നമുക്കറിയാം, 4 × റൂട്ട് 5 മൈനസ് റൂട്ട് 9 എത്രയാണ്, 3. 3ൻ്റെ സ്ക്വയറാണ് 9, അതായത് 9ൻ്റെ സ്ക്വയർ റൂട്ട് 3. അതെല്ലാവർക്കും അറിയുന്നതാണ്. അതായത് 3 × 3 ആണ് 9. 3ൻ്റെ സ്ക്വയർ 9 ആയാൽ അതിൻ്റെ 9ൻ്റെ വർഗ്ഗമൂലം 3 മൈനസ് ഈ 9ൻ്റെ സ്ക്വയർ റൂട്ട് എഴുതുക അവിടെ 3. 3ൻ്റെ സ്ക്വയർ അല്ലേ, അതുകൊണ്ട്. പിന്നെ റൂട്ട് 9 × റൂട്ട് 5 എന്നാണ് വരിക. അത് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി. ആ ഫോർമുല റൂട്ട് AB = റൂട്ട് A × റൂട്ട് B. അതായത് റൂട്ട് 16 × റൂട്ട് 5. റൂട്ട് 16 മനസ്സിലും കണക്ക് കൂട്ടുക. 4 റൂട്ട് 5 മൈനസ് 3 റൂട്ട് 5. ഇത് രണ്ടും ഒരേ തരത്തിലുള്ള ടേംസ് അല്ലേ. മുമ്പ് ഞാൻ 2 റൂട്ട് 2 + 3 റൂട്ട് 2 എന്നൊക്കെ പറഞ്ഞ പോലെ 5 റൂട്ട് 2 എന്ന് പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെ സബ്ട്രാക്ഷൻ ആണെന്നുള്ളതേ ഉള്ളൂ. സിംപ്ലി സബ്ട്രാക്ഷൻ. 4 റൂട്ട് 5 ന്ന് 3 റൂട്ട് 5 പോയാൽ 1 റൂട്ട് 5. അതായത് 1 റൂട്ട് 5 എന്ന് നമ്മൾ എഴുതൂല, സാധാരണ റൂട്ട് 5. ഒന്നും കൂടി പറയാം, ഇതെങ്ങനെ ചെയ്യുവാന്ന് ഒന്നുകൂടി പറയാം. റൂട്ട് 80 മൈനസ് റൂട്ട് 45. നമ്മൾ ഏറ്റവും എളുപ്പമുള്ള വഴി വേണം തിരഞ്ഞെടുക്കാൻ. 80 എന്ന് പറയുന്നത് 16 × 5ൻ്റെ ഗുണിതമാക്കി എഴുതും. മൈനസ് റൂട്ട് 9 × 5. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റൂട്ട് ഓഫ് AB എന്ന് പറഞ്ഞാൽ റൂട്ട് A, അത് ആ നിയമം വെച്ചാൽ നമ്മൾ എഴുതുന്നത്. റൂട്ട് A × റൂട്ട് B. അപ്പോൾ 16 × 5, അതായത് റൂട്ട് 16 × റൂട്ട് 5. റൂട്ട് 16 എത്രയാണെന്ന് നമുക്കറിയാം, 4 മൈനസ് റൂട്ട് 9 × റൂട്ട് 5. റൂട്ട് 9 എത്രയാണെന്നറിയാം, മൈനസ് 3 × റൂട്ട് 5. അതായത് 4 റൂട്ട് 5 ന്ന് 3 റൂട്ട് 5 പോയാൽ 1 റൂട്ട് 5. അതായത് ഒന്നും നമ്മൾ സാധാരണ എഴുതാറില്ല, ചിലപ്പോൾ ഓപ്ഷനിൽ റൂട്ട് 5 എന്നായിരിക്കും ഉള്ളത്. അതാണ് കറക്റ്റ് ആൻസർ. അതേപോലുള്ള വേറെ 1-2 പ്രോബ്ലംസ് നോക്കാം. റൂട്ട് 45 മൈനസ് റൂട്ട് 20ൻ്റെ വില. ഇതേപോലെ 5ൻ്റെ ഗുണിതമായിട്ട് എഴുതാമല്ലോ. റൂട്ട് 45 എങ്ങനെ എഴുതാം, 9 × 5 മൈനസ് റൂട്ട് 4 × 5. നമ്മളിപ്പോൾ ചെയ്ത പോലെ 5ൻ്റെ ഗുണിതമാക്കി എഴുതുക. ഇനി റൂട്ട് AB = അതിപ്പോൾ പഠിച്ചല്ലോ. റൂട്ട് AB എന്ന് പറഞ്ഞാൽ റൂട്ട് A × റൂട്ട് B. റൂട്ട് A × റൂട്ട് B. റൂട്ട് A × റൂട്ട് B ആകുമ്പോൾ ഇവിടെ
ഇതിനെ √9 ഇൻറ്റു √5, അതായത് √9 എത്രയാണെന്ന് നമുക്കറിയാം 3, √4 ഇൻറ്റു √5, ഈ നിയമം വെച്ചിട്ട്, ഈ ഫോർമുല വെച്ചിട്ട് √AB അതങ്ങ് ഹൃദയസ്ഥമാക്കണം. √AB = √A ഇൻറ്റു √B. അത് ഇങ്ങനെയുള്ള നിയമങ്ങൾ എഴുതി പഠിച്ച് എപ്പോൾ വിളിച്ച് ചോദിച്ചാലും പറയത്തക്ക പോലെ നല്ല ഇതാകണം. ഇപ്പോൾ √9 ഇൻറ്റു √5, അതായത് √9 എത്ര 3 √5 മൈനസ് √4 എത്ര 2. അതങ്ങനെ അത്രയും സ്റ്റെപ്പ് എഴുതാൻ നടക്കേണ്ട. അപ്പം തന്നെ നമുക്ക് മനസ്സിൽ ഓർമ്മ വരണം. 3 √5 2 √5 പോയാൽ 1 √5, 3 2 പോയാൽ 1, അതായത് 1 √5 ഒന്നെന്ന് നമ്മൾ എഴുതാറില്ല, √5. നെക്സ്റ്റ് അതേപോലുള്ള വേറൊരു പ്രോബ്ലം, ഒരു കണക്ക് നോക്കാമല്ലോ. ഇങ്ങനെ പലത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറ്റത്തില്ല. സമം √4 ഇൻറ്റു 5 മൈനസ് √5 സമം √4 ഇൻറ്റു √5 പറഞ്ഞില്ലേ, അതായത് 2 √5 മൈനസ് √5. ഇതിൽ രണ്ടിലും പൊതു ഘടകമുണ്ട്, ഇതിലും ഉണ്ട് √5 ഇതിലും ഉണ്ട് √5. അത് ഇനി വെളിയിലെടുത്താൽ മതി, ബ്രാക്കറ്റിന് വെളിയിലെടുക്കും. അതായത് √5 ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര ഉണ്ട് 2, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 2 √5 മൈനസ് 1 √5, അതായത് 1 √5. √5 ആയിരിക്കും അതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ എത്ര ആയിരിക്കും √5. ഇത്രയും കാണുമ്പോൾ ഇത്ര മാത്രമേ എഴുതാവൂ. ഇത്ര മാത്രം എഴുതിയിട്ട് നമ്മൾ ഓർക്കുക, മനസ്സിലായി 2 √5 മൈനസ് √5, അതായത് 2 - 1 1 √5. ഇതേപോലുള്ള കണക്കുകൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്താൽ മതി. ഇനി √A പ്ലസ് √A പ്ലസ് 5 √A ഇതെങ്ങനെ എഴുതുക? ഇതെല്ലാം ലൈക്ക് ടേംസ് ആണ്, അതായത് ഒരേ പദങ്ങളാണ്. √Aയുടെ ടേംസ് ആണ്. ഇവിടെ 1 ഇവിടെ 1 ഒന്നാണ് നമ്മൾ സാധാരണ എഴുതാറില്ല. അതായത് 1 1 2 2 5 7 7 √A എന്ന് വരും അതിൻ്റെ ഉത്തരം. ഇങ്ങനെ കുറേ കണക്കുകൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേറെ നമുക്ക് കുറേ കണക്കുകൾ 2-3 എണ്ണം കൂടെ നോക്കാം. √2 പ്ലസ് 3 √2 പ്ലസ് 5 √2 ഇതെല്ലാം ലൈക്ക് ടേംസ് ആണ്, അതായത് ഒരേ പദങ്ങളാണ്. എല്ലാവരും √2 ആണ്. വെറും √2 എന്ന് പറയാൻ 1 √2 1 3 5 5 സോറി 1 3 4 4 5 9 9 √2 അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി എക്സ് ആണെങ്കിലോ x പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സെട്ര 10 ടൈംസ് എക്സ് കൂട്ടിയാൽ 10 ടൈംസ് എക്സ് കൂട്ടിയാൽ എന്ത് വരും 10x. എത്ര തവണ എഴുതി കൂട്ടുന്നു അത്രയും 10x. a പ്ലസ് a പ്ലസ് a അതായത് 3 ടൈംസ് a ആണ് എന്ന് പറഞ്ഞാൽ 3a. y പ്ലസ് y പ്ലസ് y 2 തവണ കൂട്ടിയാൽ 2y, അതായത് ഒരു വൈയും കൂടെ കൂട്ടിയാൽ 2y. നെക്സ്റ്റ് m പ്ലസ് 2m മൈനസ് 2m മൈനസ് 4n. ഇതെങ്ങനെ ചെയ്യുക? ഈ പ്ലസ് ഉള്ള എല്ലാം കൂടെ ഒന്നും ചെയ്യാം, പിന്നെ മൈനസ് ചെയ്യാം. അതാ ബോട്ട് മാസ് എന്നുള്ള നിയമം ഓർത്താൽ മതി. അതായത് ബ്രാക്കറ്റ് ഓഫ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ എടുത്തായിരുന്നു, അത് നോക്കിയാൽ മനസ്സിലാകും. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ആദ്യം അഡീഷൻ ചെയ്യുക. m പ്ലസ് 2m അതായത് 1m 1m 2m 2 4m മൈനസ് 4m. ഏത് ടേമിൽ നിന്നും അത് അതേ സെയിം ഇത് തന്നെ പോയാൽ 0. ഇനി ദശാംശ സംഖ്യകളെ പറ്റി ഒരു സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം നോക്കാം. 0.001 into dash is equal to 0.00001.
അതായത് ഈ ഗുണനഫലത്തിൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം. അതായത് ഇപ്പോൾ 3.25 ഇൻറ്റു 1.3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗുണനഫലത്തിൽ ഇവിടെ 2 ഇവിടെ 1, അതിൻ്റെ പ്രോഡക്റ്റ് കണ്ടിട്ട് അവിടെ 3 സ്ഥാനം മാറ്റി കുത്തിടുവായി കണ്ടേ ഇവിടെ. അതായത് ഇവിടെ 3 ഉണ്ട്, ഇവിടെ ആകെ എത്ര ഗുണനഫലത്തിൽ ഇവിടെ ഉള്ളത് 2ഉം കൂടാണ് പോയിന്റ് വരേണ്ടത്. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5. 5 ആണെങ്കിൽ ഇവിടെ 3 ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? 3ഉം 2ഉം 5. 3ഉം 2ഉം 5. വേറെ എക്സാമ്പിൾ നോക്കാം. 0.01 ഇൻറ്റു ഡാഷ് ബ്ലാങ്ക് ആണ് നമുക്ക് പൂരിപ്പിക്കേണ്ട ഈക്വൽ ടു 0.0001. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണെന്നുള്ളത്. ഇവിടെ എത്ര ഉണ്ടെന്ന് നോക്കണം. ഗുണനഫലത്തിൽ എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരണം? ഇവിടെ 2 സ്ഥാനമാണെന്നുള്ളത്. ഇവിടെ 3 വരണം. 2ഉം 3ഉം കൂടെ അല്ലേ? 2ഉം 3ഉം കൂടെ ആണല്ലോ 5. ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ളതും. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? അത് 2ഉം കൂടെ കൂട്ടി 5 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഉത്തരത്തിൽ വരേണ്ടത്. നോക്കാമല്ലോ. ഒന്നിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത് ഇത് 0.01 എന്നാൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. അങ്ങനെ വന്നാലും ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 2. ഇവിടെ എത്ര ഉണ്ട്? മൊത്തം എണ്ണുക. 1, 2, 3, 4, 5, 6, 7. അപ്പോൾ ഇവിടെ 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 5 സ്ഥാനം വരണം. മൊത്തം 7 സ്ഥാനം വരണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1, 2, 3, 4, 5. പോയിന്റ് കഴിഞ്ഞിട്ട് 5 സ്ഥാനം, പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. അന്നേരം മൊത്തം പോയിന്റ് കഴിഞ്ഞിട്ട് 7 സ്ഥാനമാണ് ഗുണനഫലത്തിൽ വരുന്നത്. ഇവിടുത്തെ 2ഉം കൂടെ നോക്കണം. ഇവിടെ 2 സ്ഥാനം, പിന്നെ അപ്പോൾ 5ഉം കൂടെ വന്നാലല്ലേ പോയിന്റ് കഴിഞ്ഞിട്ട് 7 സ്ഥാനം വരത്തുള്ളൂ. നെക്സ്റ്റ് ഇപ്പോൾ ഒരു ചോദ്യം 1/1 + √2 എങ്ങനെ ചെയ്യുക? ഇപ്പോൾ ഇവിടെ നമ്മൾ √2 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. √2² എന്ന് പറഞ്ഞാൽ 2 ആണ്. √3² എന്ന് പറഞ്ഞാൽ 3 ആണ്. അതിൻ്റെ റൂട്ട് അങ്ങ് ക്യാൻസലായി പോകും. √5² എന്ന് പറഞ്ഞാൽ 5 ആണ്. √2² കൂടെ വന്നാൽ √2² എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് സിംപ്ലസ്റ്റ് മോഡലിൽ എഴുതാം. ഈ 1/1 + √2 ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്കൊരു ഫോർമുല സമവാക്യം അറിയാം. a + b × a - b = a² - b². ഇത് എപ്പോഴും PSCക്കും കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ഇത് വെച്ച് അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് ഇതിനെ നമുക്ക് ആ മോഡലിൽ എഴുതാം. ഇവിടെ 1 + √2 × 1 - √2 കൊടുത്താൽ a + b × a - b എന്ന് വരും. ഡിനോമിനേറ്ററിലെ ഛേദത്തിൽ അങ്ങനെ കൊടുത്താൽ വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ ഛേദത്തിലും അംശത്തിലും ഒരേ സംഖ്യ ഇട്ട് ഇൻറ്റു ചെയ്യേണ്ടതാണ്. അതായത് അടിയിൽ 1 + √2 × 1 - √2, അതായത് a + b × a - b. ഇത് പെട്ടെന്ന് ഓടണം ഇങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെ കുറേ കണക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഈസി ആകും. ഇവിടെ 1 ഉണ്ടായിരുന്നു. വിലയ്ക്ക് വ്യത്യാസം വരാതിരിക്കാൻ എന്ത് വെച്ച് ഇൻറ്റു ചെയ്തോ അത് മുകളിലും ഇൻറ്റു ചെയ്യുക. അതായത് എന്ത് വരും? 1 - √2. 1 × 1 - √2 എന്ന് പറഞ്ഞാൽ 1 - √2 / a + b × a - b മോഡൽ. എയുടെ സ്ഥാനത്ത് 1, 1² - √2², a² - b² = 1 - √2 / 1 - √2ൻ്റെ സ്ക്വയർ എത്ര? 2. √3യുടെ സ്ക്വയർ എത്ര? 3. റൂട്ടിൻ്റെ സ്ക്വയർ. അപ്പോൾ a + b × a - b മോഡലായി. a² - b² ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - √2 / -1. ഈ -1 വെച്ചിട്ട് -1 എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ലേ?
ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് രണ്ട് ക്രിയ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ രണ്ട് ഓപ്പോസിറ്റ് സൈൻസ് ആണ്. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം കൊടുക്കുക. അതായത് 2ൽ നിന്ന് 1 കുറച്ചു, വലിയ സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ്. അതായത് -2 + 5 വന്നാൽ 5ൽ നിന്ന് 2 പോകുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക, 5ൻ്റെ ചിഹ്നം. -5 + 6 6ൽ നിന്ന് 5 പോകുക, വലുതിൻ്റെ ചിഹ്നം. -2 + 8 8ൽ നിന്ന് 2 പോവുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. ഇപ്പോൾ കോംപ്ലിക്കേഷൻ വരാതിരിക്കാനാണ് പിന്നെയും പറയുന്നത്. ഇപ്പോൾ 1 ഇത് രണ്ടും വെച്ച് മൈനസ് വെച്ച് ഇൻറ്റു ചെയ്യണ്ടേ. അതായത് 1 എന്തുവാ 1/-1, അതായത് -1 മൈനസ് പ്ലസ് വരും, -1 + √2 എന്ന് വരും നമ്മുടെ ആൻസർ. അതായത് ഈ മൈനസ് വെച്ച് ഡിവൈഡ് ചെയ്താലും ത്രൂ മൈനസ് വെച്ച് ഇൻറ്റു ചെയ്താലും ഈ മുകളിൽ കിടക്കുന്നത് നേരെ സൈൻ അങ്ങ് തിരിയും. 1 - √2 എന്നുള്ളത് -1 + √2 എന്ന് വരും. അതായത് അല്ല ഇങ്ങനെയാണെന്ന് മനസ്സിലോർത്താൽ മതി. 1നെ -1 വെച്ച് ഡിവൈഡ് ചെയ്തു, -√2നെ -1 വെച്ച് ഡിവൈഡ് ചെയ്തു. അതായത് 1നെ -1 വെച്ച് -1 മൈനസ് ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും പോസിറ്റീവായി പോകും. ഡിവിഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും √2നെ 1 വെച്ച് ഡിവൈഡ് ചെയ്താൽ √2 തന്നെ വരും. ഇങ്ങനെയുള്ള കണക്കുകൾ, ഇതേ മോഡലിലുള്ള കണക്കുകൾ ഈ രീതിയിലായിരിക്കും ചെയ്യാൻ വരുന്നുണ്ടാവുക. വേറൊരെണ്ണം നോക്കാം. 2 ÷ 1 + 2√3. ഇപ്പോൾ പറഞ്ഞ അതേ മോഡലിൽ നമുക്ക് ചെയ്യാവുന്നതാണിത്. 2 ÷ 1 + 2√3. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ, അതായത് A+B × A-B മോഡലിലാക്കണം. എന്നാൽ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. സമം 2 / 1 + 2√3 × 1 - 2√3. ഇതിൽ വിലയ്ക്ക് വ്യത്യാസം, ഇവിടെ എത്ര ഇൻറ്റു ചെയ്തോ അത് തന്നെ മുകളിലും ഇൻറ്റു ചെയ്യണം. വിലയ്ക്ക് വ്യത്യാസം വരാൻ പാടില്ല. ഇത് ഈ മോഡലിലാക്കുമ്പം താഴെ എന്തെഴുതോ അത് തന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഇത് രണ്ടും കൂടെ 1 വരും. വിലയ്ക്ക് വ്യത്യാസം വരരുത്. 2 × 1 - 2√3 ഇതെങ്ങനെ വരും? A+B × A-B മോഡൽ 1² - 2√3 2² സമം ഇത് 2 വെച്ച് ഇൻറ്റു ചെയ്യുക അതിനെ രണ്ടിനെ. 2 × 1 ബ്രാക്കറ്റ് അങ്ങനെയാണ്. ബ്രാക്കറ്റിന് വെളിയിൽ എന്തുണ്ടോ അത് ബ്രാക്കറ്റിനുള്ളിലേക്ക് കയറ്റി ഓരോ ടേമിനെ ഗുണിക്കുക. അപ്പോൾ 2 × 1 2 2 × -2√3 -4√3 1² 1. ഇനി 2√3യുടെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ എത്ര? 4. √3ൻ്റെ സ്ക്വയർ എത്ര? 3. അതായത് 1 - 12 എന്ന് പറഞ്ഞാൽ 2 - 4√3 -11. അതായത് ഈ -11 വെച്ച് ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യണം. ഇത് 2 ടേം ഉണ്ട് മുകളിൽ, 2 ടേം ഡിവൈഡഡ് ബൈ -11 എന്ന് പറഞ്ഞാൽ 2നെ ഇൻറ്റു ചെയ്യണം. അതായത് ഡിവൈഡ് ചെയ്യണം, 2 / -11 -4√3 -11. അതിൻ്റെ ഉത്തരം ഇവിടെ മൈനസ് തന്നെ വരും. -2 / 11 + 4√3 / 11. മൈനസ് ഡിവൈഡ് ചെയ്യാൻ വന്നാലും ഇൻറ്റു ചെയ്യാൻ വന്നാലും പോസിറ്റീവ് ആയിരിക്കും. അതായത് വേറെ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു ടേബിൾ പോലെ നമുക്കത് പഠിക്കാം. ഒരു നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും കൂടെ ഇൻറ്റു ചെയ്താൽ നെഗറ്റീവ്, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടെ ഇൻറ്റു ചെയ്താൽ നെഗറ്റീവ്. ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ മൾട്ടിപ്ലിക്കേഷനിൽ ഉത്തരം നെഗറ്റീവാണ്. ഇനി ഒരു നെഗറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും കൂടി ഇൻറ്റു ചെയ്താൽ പോസിറ്റീവ്. നമ്മൾ സാധാരണ ടേബിൾ പഠിക്കുന്ന പോലെ ഇത് ബൈഹാർട്ട് ആക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ ഉത്തരം നെഗറ്റീവ് എന്ന് ഓർത്തിരുന്നാൽ മതി. ഇൻറ്റു ചെയ്യുമ്പം ഏതെങ്കിലും ഒന്ന് നെഗറ്റീവ് ആയാൽ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് അത് നമുക്കറിയാം. 2 × 5 10. 2 എന്നുള്ള പോസിറ്റീവ് നമ്മൾ പറയില്ല. അതുപോലെ തന്നെയാണ് ഡിവിഷൻ്റെ. ഒരു നെഗറ്റീവ് സംഖ്യ വേറൊരു പോസിറ്റീവ് സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്താൽ ഉത്തരം നെഗറ്റീവ്. ഈ ടേബിൾ ഓർത്തിരുന്നാൽ മതി. ഒന്ന് നെഗറ്റീവ് ആയാൽ ഹരണമായാലും ഗുണനമായാലും ഉത്തരം നെഗറ്റീവാണ്. അത് ഓർത്തിരിക്കണം. ഇനി പോസിറ്റീവ് സംഖ്യ നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം നെഗറ്റീവാണ്. ഇനി നെഗറ്റീവ് സംഖ്യ
നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം പോസിറ്റീവ്. അത് മൾട്ടിപ്ലിക്കേഷനും അങ്ങനെ തന്നെയാണ്, ഡിവിഷനും അങ്ങനെ തന്നെയാണ്. ഒരു നെഗറ്റീവ് സംഖ്യ വെച്ച് ഗുണിച്ചാൽ ഉത്തരം പോസിറ്റീവ്. ഒരു നെഗറ്റീവ് സംഖ്യ വെച്ച് ഹരിച്ചാൽ ഡിവൈഡ് ചെയ്താൽ ആൻസർ പോസിറ്റീവ്. ഈ ടേബിൾ ഓർത്തിരുന്നാൽ മതി. പിന്നെ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ പോസിറ്റീവ് ആണ്, അത് എല്ലാവർക്കും അറിയുന്ന, അത് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല. ഇനി രണ്ട് വ്യത്യസ്ത ചിഹ്നത്തിലുള്ള സംഖ്യകൾ ക്രിയ ചെയ്യാൻ വന്നാൽ ഞാൻ ഒന്നുകൂടി പറയാം, നല്ലതുപോലെ ശ്രദ്ധിച്ചോളുക. അത് എല്ലാവർക്കും തെറ്റിപ്പോകുന്നതാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടെ പറയുന്നത്. -5 + 2 ഇങ്ങനെ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. അതായത് 5-ൽ നിന്ന് 2 കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. ഇനി -8 + 7 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇനി 2 + -4 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. രണ്ട് ഓപ്പോസിറ്റ് സൈനിലുള്ള സംഖ്യകൾ ക്രിയ ചെയ്യാൻ വന്നാൽ അഡീഷനും സബ്ട്രാക്ഷനും അതങ്ങനെയാണ് വന്നതെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ്, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്, അങ്ങനെ വന്നാൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. ഇവിടെ 8 - 8 + 7 8-ൽ നിന്ന് 7 കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം നെഗറ്റീവ്. 2 + -4 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇനി രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യാൻ വന്നാൽ എങ്ങനെയാണെന്ന് നോക്കാം. -5 + -10 രണ്ടും കൂടെ കൂട്ടുക, നെഗറ്റീവ് സൈൻ ഇടുക. രണ്ടും നെഗറ്റീവ് ആണല്ലോ ആഡ് ചെയ്യാൻ വന്നേ. -20 + -2 രണ്ടും കൂടെ കൂട്ടുക, നെഗറ്റീവ് സൈൻ ഇടുക. -6 + -5 രണ്ടും കൂടെ കൂട്ടുക, നെഗറ്റീവ് സൈൻ ഇടുക. -6 + -10 രണ്ടും കൂടെ കൂട്ടുക, നെഗറ്റീവ് സൈൻ ഇടുക. അത് ഓർത്തിരുന്നാൽ മതി. രണ്ട് എതിർ ചിഹ്നങ്ങളാണ് വന്നെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. അതായത് -5 + 20 അതായത് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ സാധാരണ എഴുതാറില്ല. രണ്ട് നെഗറ്റീവ് ആണെങ്കിലോ, രണ്ട് നെഗറ്റീവ് അത് മനസ്സിൽ അതങ്ങ് ഫീഡ് ചെയ്ത് വെച്ചാൽ മതി. രണ്ട് ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. രണ്ട് നെഗറ്റീവ് സംഖ്യകൾ ആഡ് ചെയ്യാൻ വന്നാൽ, കൂട്ടാൻ വന്നാൽ എന്ത് ചെയ്യണം? രണ്ട് സംഖ്യയും കൂടെ അങ്ങ് കൂട്ടുക. എന്നിട്ട് രണ്ട് നെഗറ്റീവ് ആണല്ലോ, ഇവിടെ നെഗറ്റീവ് വരും ഉത്തരം. -20 + -2 -22 -5 + -10 -15. ഇനി -2 + -4 -6 രണ്ടും കൂടെ കൂട്ടുക, നെഗറ്റീവ് സൈൻ ഇടുക. അത്രയേ ഉള്ളൂ. അത് ഓർത്തിരുന്നാൽ മതി. രണ്ട് എതിർ ചിഹ്നത്തിലുള്ള സംഖ്യകളാണ് വന്നതെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക, വലിയ സംഖ്യയുടെ ചിഹ്നം ഇടുക. ഇനി ഫൈൻഡ് ദ LCM and HCF. അതായത് അതിൻ്റെ മലയാളം ലസാഗു ഉസാഖ കാണാൻ. ഇപ്പോൾ രണ്ട് സംഖ്യകളുടെ ലസാഗുവും കാണാം, ഉസാഖയും കാണാം. ആദ്യം ലസാഗു കാണുന്നു. ഇതിന് രണ്ടിനും കോമൺ ഫാക്ടർ 2. 2 10 20 2 12 24. ഇനിയും കാണാം 2 5 6. പിന്നെ കോമൺ ഫാക്ടർ വന്നിട്ടില്ലെങ്കിൽ LCM എന്ന് പറയുന്നത് എന്ത് ചെയ്താൽ മതി? ലസാഗു ആണ്. ഇതങ്ങ് നേരെ ഇൻറ്റു ചെയ്ത് എഴുതിയാൽ മതി. 2 × 2 × 5 × 6. ഈ 5-നും 6-ലും വേറെ ഒന്നല്ലാതെ വേറെ പൊതുഘടകം ഇല്ലല്ലോ. അതുകൊണ്ട് അതുവരെ നമ്മൾ ചെയ്യേണ്ടത് 2 × 2 × 5 × 6. 2 × 2 × 5 × 6. 2 തവണ വന്നുകൊണ്ട് 2² × 5 × 6. ഇതാണ് LCM. LCM വേണം ഇങ്ങനെ. ഇപ്പോൾ 2² എന്ന് പറയുന്നത് എന്ത് വരും? 4 × 30. അതായത് 4 3 കൂടി ഇൻറ്റു ചെയ്ത് നോക്കാൻ പോകണം. 4 3 കൂടി ഇൻറ്റു ചെയ്തിട്ട് ഒരു 0 കൊടുത്താൽ മതി. ഇനി HCF എന്ന് പറഞ്ഞാൽ ഈ പൊതുഘടകം മാത്രമേ വരത്തുള്ളൂ, ഇത് മാത്രമേ വരത്തുള്ളൂ, ഇത് എഴുതൂല.
LCM എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യും. HCF ആണെങ്കിലോ HCF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടറാണ് രണ്ടിലും വരുന്നത്. കോമൺ ഫാക്ടർ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഹയസ്റ്റ് കോമൺ ഫാക്ടർ രണ്ടിലും വരുന്ന പൊതുഘടകം. അത് ഇത് മാത്രമേ വരൂ. 2 2. അതായത് HCF എത്ര വരൂ? സമം 2 × 2 സമം 4. 20ൻ്റെയും 24ൻ്റെയും HCF എത്രയാണ്? 4. വേറെ ഒരു സംഖ്യ 11 വെച്ച് ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ സംഖ്യ തന്നെ നോക്കാം. 17 77 11 33 7 40 ഇഷ്ടം 4. ഇതിൻ്റെ ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുക എഴുതുക. അതായത് 2 + 0 എന്ന് പറഞ്ഞാൽ 2. ഇത് ഒന്നിടവിട്ട. ഇനി അടുത്തത് 6 + 7. അത് മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി. 6 7 13. 13ൽ നിന്ന് 2 കുറച്ച്. എന്നിട്ട് അത് തമ്മിലുള്ള വ്യത്യാസം കാണണം. അത് 11ആണ്. അത് ഇങ്ങനെ ഒന്നിടവിട്ട ഉള്ള സംഖ്യകളുടെ തുകകളുടെ വ്യത്യാസം സം ഓഫ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. അതായത് എത്ര വലിയ സംഖ്യ ആയാലും അടിയിൽ 121 എന്നോ 77 എന്നൊക്കെ വന്നാൽ സം ഓഫ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് കാണുക. എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം ഡിഫറൻസ് ബിറ്റ്വീൻ ഇപ്പം ഞാൻ പറഞ്ഞു തന്നല്ല സം ഓഫ് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ്. അതായത് ഒന്നിടവിട്ടുള്ള സംഖ്യകൾ തമ്മിലുള്ള സമ്മിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതങ്ങൾ 11 22 33 അങ്ങനെ അങ്ങോട്ട് 44 അങ്ങനെ വരികയാണെങ്കിൽ എത്ര വലിയ സംഖ്യ ആയാലും നമുക്ക് 11 വെച്ച് വെട്ടിക്കളയാവുന്നതാണ്. ഇപ്പോൾ 2607 ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ 121 വന്നെന്നിരുന്നോട്ടെ, അല്ലെ 77 വന്നെങ്കിൽ ഇത് നമുക്ക് മനസ്സിൽ നോക്കാം. 11ൻ്റെ സ്ക്വയർ ആണ് 121. കുറച്ച് സ്ക്വയർ കാണാൻ പഠിക്കുക. 121. അപ്പോൾ ഇതിനെ 11 വെച്ച് വെട്ടാൻ പറ്റും, ഇതിനെ വെട്ടാൻ പറ്റും. എങ്ങനെ നോക്കണം? 2 0 2 6 7 13. 13 2 പോകെ 11. അതായത് ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ്, അതായത് ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നുകിൽ 0 അല്ലെങ്കിൽ 11ൻ്റെ ഗുണിതങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എത്ര വലിയ സംഖ്യ ആയാലും നമുക്ക് 11 കൊണ്ട് ഹരിക്കാവുന്നതാണ്. അപ്പോൾ ആ നിയമം അറിഞ്ഞാൽ നമുക്കിത് ചെയ്യാം. ഇവിടെ 6 7 13 2 0 2 13 ഇത് 2 പോകെ 11. അതുകൊണ്ട് ഇത് വെട്ടാൻ പറ്റും. 2 40 13 വേണ്ട. അതങ്ങനെ അത്രയും ചുരുക്കി ചെയ്യാൻ അങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ നിയമം അറിഞ്ഞാൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ നിയമം അറിഞ്ഞാൽ മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റൂ. അതായത് വേറൊരു സംഖ്യ ഒന്നും കൂടെ പറയാം. ഇനി ഇതിനകത്തെ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ, ഇത് 11 വെച്ചുള്ള ഗുണിച്ച ഒരു സംഖ്യയാണ്. അപ്പോൾ ഈ സംഖ്യ നമുക്കിത് നേരിട്ട് ഇങ്ങനെ വരുമ്പോൾ അടിയിൽ ചിലപ്പോൾ 11ൻ്റെ എന്തെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും. 33 44 121 അങ്ങനെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 121 ആണെങ്കിലും അങ്ങനെയാണ്. ഒന്നിടവിട്ടുള്ള സംഖ്യകൾ 1 1 2 2ൽ നിന്ന് 2 പോകെ ഇവിടെ വേറെ ഇല്ല. 2ൽ നിന്ന് 2 പോകെ 0 വരും. അതുകൊണ്ട് 11 വെച്ച് ഡിവിസിബിൾ ആണ്, അതിനുശേഷം ഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നോക്കാമല്ലോ. ഇവിടുത്തെ ഒന്നിടവിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 4 + 5 4 + 5 + 5 14. ഇനി അടുത്തതോ
6 + 5 + 8 6 + 0 സോറി നോക്കാമല്ലോ. 4 5 5 4 5 9 5 14. ഇനി 6 + 0 + 8 6 അടുത്ത ഒന്നിടവിട്ടുള്ള സംഖ്യകൾ 0 + 8 അതായത് 14. കണ്ടോ, ഇതിൻ്റെ തുകയിൽ ഇതിൻ്റെ തുക ഒന്നിടവിട്ടുള്ള സംഖ്യകളുടെ തുകകളാണ് എഴുതിയേക്കുന്നത്. 14 14 പോകെ 0. 0മോ 11ൻ്റെ ഏതെങ്കിലും ഗുണിതങ്ങളോ വന്നാൽ നമുക്ക് 54 55 അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സംഖ്യ എത്ര വലിയ സംഖ്യ ആയാലും നമുക്കതുകൊണ്ട് 11 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. ഇനി വേറൊരു സംഖ്യ 8 വെച്ച് വെട്ടാൻ പറ്റുമോ നമുക്ക് എങ്ങനെ അറിയാം? ഈ സംഖ്യയുടെ ലാസ്റ്റ് 3 സംഖ്യ നോക്കിയാൽ മതി. 480. ലാസ്റ്റ് 3 സംഖ്യ 8 വെച്ച് നിശേഷം ഹരിക്കാമെങ്കിൽ നമുക്ക് ഹരിക്കാൻ പറ്റും. ആ വലിയ സംഖ്യ 8 വെച്ച് ഹരിക്കാൻ പറ്റും. 8 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ലാസ്റ്റ് 3 സംഖ്യകൾ ഈ 480 അവസാനിക്കുന്നത് ലാസ്റ്റിലുള്ള 3 സംഖ്യകൾ 8 വെച്ച് നിശേഷം ഹരിക്കാൻ പറ്റുമെങ്കിൽ നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ്. 488 ആയാലും പറ്റും. ഇനി 4 വെച്ച് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ അറിയാം? ലാസ്റ്റിലുള്ള 2 സംഖ്യകൾ 4 വെച്ച് നിശേഷം ഹരിക്കാമെങ്കിൽ നമുക്ക് ഈ വലിയ സംഖ്യയെ 4 വെച്ച് വെട്ടാൻ പറ്റും, 4 വെച്ച് ചെറുതാക്കാൻ പറ്റും. ചിലപ്പോൾ ഇത് ÷ 40 എന്നൊക്കെ ആണെങ്കിൽ ഇത് 10, ഇതിനെ 4 വെച്ച് ക്യാൻസൽ ആക്കിയിട്ട് എഴുതാൻ പറ്റും. പറ്റുമോ എന്നെങ്ങനെ അറിയുമോ? ലാസ്റ്റിലുള്ള 2 സംഖ്യകൾ 4 കൊണ്ട് നിശേഷം ഹരിക്കാമെങ്കിൽ ആ വലിയ സംഖ്യ 4 കൊണ്ട് ഹരിക്കാവുന്നതാണ്. ഇനി 3നും 9നും ഒരേ നിയമങ്ങളാണ്. തന്നിരിക്കുന്ന വലിയ സംഖ്യ ഇതൊരു സംഖ്യ, ഇതിനെ നമുക്ക് 3 വെച്ച് പറ്റുമോ എന്നറിയാൻ വേണ്ടി ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടി നോക്കിയാൽ മതി. ഈ അക്കങ്ങളെല്ലാം കൂടെ കൂട്ടി നോക്കുക. 6 2 8 8 5 13 2 15. അതിൻ്റെ തുക എത്ര വന്നത്? 15. സമ്മ് 15 വന്നാൽ 3യുടെ മൾട്ടിപ്പിൾ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടുമെങ്കിൽ ഈ വലിയ സംഖ്യ നമുക്ക് 3 വെച്ച് കട്ട് ചെയ്യാവുന്നതാണ്, ചെറുതാക്കാവുന്നതാണ്, ഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് 9. ഇത് നോക്കാം. 6 2 8 8 5 13 13 5 18. 6 + 2 + 5. ഇത് കാണുമ്പോഴേ നമുക്ക് അടിയിൽ ചിലപ്പോൾ 18 81 ഇപ്പോൾ ഈ സംഖ്യയുടെ 62 55 ഇതിൻ്റെ അടിയിൽ 81 ആണെങ്കിൽ നമുക്ക് 9 വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി ഇതിന് അപ്പോൾ ഈ 6 2 8 10 8 18 പറ്റും. 18 9ൻ്റെ ഗുണിതമാണല്ലോ. 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടുന്ന 9 9 9 ഇത് 9ൻ്റെ ഗുണിതമാണല്ലോ. ഇങ്ങനെ വരുന്നതാണ് 9ൻ്റെ ഗുണിതം. 9 × 1 9 × 2 അങ്ങനെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 6 2 8 8 5 13 13 5 18. അത് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കണം. ഒരു സംഖ്യ എത്ര വലിയ സംഖ്യ വന്നാലും 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ മതി. 3 കൊണ്ട് ഇതും പറ്റും. 18 അല്ലേ? 18 3ൻ്റെ മൾട്ടിപ്പിൾ ആണല്ലോ. 3ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ 3നും 9നും ഒരേ നിയമമാണ്. തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടി നോക്കിയിട്ട് അത് 3ൻ്റെ ഗുണിതമാണെങ്കിൽ ആ വലിയ സംഖ്യ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 9ൻ്റെ ഗുണിതമാണെങ്കിൽ എല്ലാ സമ്മ് വലിയ സംഖ്യകളുടെ എല്ലാ ഡിജിറ്റും കൂടെ കൂട്ടി നോക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെ ഫലപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അതനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. താങ്ക് യു.